ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി എന്നൊക്കെയല്ല വീവാട്ടെ കുക്കിംഗ് ഡേ ആണ്. അപ്പോൾ രാവിലെ ചോറ് തീമടാൻ നേരത്തെ തന്നെ തീമിട്ടു, പിന്നെ ചായ വെച്ചു, പിന്നെ പയറും കൈപ്പങ്ങി ഉപ്പേരിയാണ്. അപ്പോൾ അതിനുള്ളതൊക്കെ അരിഞ്ഞ് അതൊക്കെ ചട്ടിയിലാക്കി, പിന്നെ അരി അതിൻ്റെ ഇടയിൽ ഞാൻ കേകിങ്ങാണ്ട് ഇട്ടീനു. അത് കഴിഞ്ഞങ്ങാണ്ട് ഞാൻ ഉപ്പേരി തൂമിച്ചാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ഇന്ന് മൈദ കൊണ്ട് ഇങ്ങനെ ദോശ ചുടേത്തിയത്, അപ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തു. പിന്നെ അപ്പോഴത്തിന് ഉപ്പേരിയൊക്കെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിരുന്നു. ദോശക്കില്ലേ അതും ഞാനൊന്ന് അരച്ചെടുത്തു. മൈദയും കുറച്ച് വെള്ളം ഉപ്പൊക്കെ കൂട്ടിന്ന് അരച്ചെടുത്തു. ഇനി അടുത്തത് ഞാൻ വേഗം ഇത് തൂമിച്ചു, ഉപ്പേരിയൊക്കെ തൂമിച്ചു. അപ്പോഴത്തേന് ചോറൊക്കെ വെന്തീനു. ചോറ് ഊറ്റി സെനക്കാക്കുന് കൊണ്ടുപോകാനില്ല, അതൊക്കെ വായൻ്റെ ഇലയിൽ ഉമ്മ പൊതിയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞങ്ങാണ്ട് വേഗം മൈദ കൊണ്ടുള്ള ദോശ ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നുമോളൊക്കെ ചായ കുടിച്ചു. മറ്റെല്ലൊക്കെ നേരത്തെ തന്നെ ചായ കുടിച്ചിരുന്നു. അങ്ങനെ മീൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് കറി വെക്കാൻ വെണ്ടയ്ക്കും തക്കാളിയാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിനുള്ളതൊക്കെ വേഗം ഒന്ന് അരിഞ്ഞ് വെച്ചു. പിന്നെ അത് പെട്ടെന്ന് ഉണ്ടാക്കരുത്. മീൻ പിന്നെ ഓൾറെഡി മസാല തേച്ച് വെച്ചിരുന്നു. അത് ഞാൻ പൊരിക്കണത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഓരോ തിരക്കൊക്കെ ആയിട്ട് കുട്ടീനെ കുളിപ്പിച്ചാനും ഇതിനൊക്കെ നേരൊക്കെ വൈകിയപ്പോൾ പിന്നെ അതിന് നിന്നു. അപ്പോൾ ആദ്യം വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. പിന്നെ ചട്ടിക്ക് വീണ്ടും എണ്ണ പറന്നങ്ങാണ്ട് കടുക് ഉലുവയൊക്കെ പൊട്ടിച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം വഴറ്റുക, ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾ, മുളക്, മല്ലി ഇട്ടുകൊടുത്തുകൊണ്ട് ആ പൊടീൻ്റെ ഒരു കുത്തൽ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഈ വെണ്ടക്ക വാട്ടിയതും കൂടി ഇട്ടുകൊടുത്ത് ഇങ്ങനെ തിളച്ചാൽ നമ്മളെ വെണ്ടക്ക കറി റെഡി. നല്ല ടേസ്റ്റാണത്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി ഇതുപോലെ മൈ ലൈഫും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.